ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ് സസ്യലോകത്തെ അടുത്തറിയാം. ഒരുപാട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണിത്. വളരെ രസകരമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന നമ്മളെ സംബന്ധിച്ച് PSC ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പോയിൻറ്റ്സ് ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാമെന്ന്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി പറയട്ടെ. PSC മന്ത്ര ടീം പുതിയൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോംപ്രിഹെൻസീവ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സ്, ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, ടൈംലി അപ്ഡേറ്റ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്, സ്മാർട്ട് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡി ടെക്നിക്സ്, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു PSC ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഞങ്ങൾ യൂട്യൂബിലൂടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമുക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് ലൈവാക്കാൻ ശ്രമിക്കണം. ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിങ്ങും നടക്കുവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സസ്യലോകത്തെ അടുത്തറിയാം. നമുക്കറിയാം, സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലകളാണ് സസ്യങ്ങളെ ആഹാരം പാകം ചെയ്യാൻ സഹായിക്കുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. സസ്യങ്ങൾ വേരിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരം പാകം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ എന്താണ്? പലതരത്തിലുള്ള ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ മുതലായ വാതകങ്ങൾ എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. എന്നാൽ മനുഷ്യരെ പോലെ ശ്വസനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ തന്നെയാണല്ലേ. അപ്പോൾ ഇലകളിലെ ഈ ചെറിയ സുഷിരങ്ങളെ പറയുന്ന പേരാണ് എന്ത്? ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ. അപ്പോൾ ഇത്തരത്തിൽ ആഹാരം പാകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സസ്യങ്ങൾ വേരിൽ നിന്ന് ജലവും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. ഈ പ്രവർത്തനത്തെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തുവിൻ്റെ സഹായവും സൂര്യപ്രകാശവും വേണം. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഏതാണ്? ഹരിതകം. ഏതാണ്? ഹരിതകം. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്ത്? ഗ്ലൂക്കോസ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാകുന്നുണ്ട്. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്തുണ്ടായ ഈ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നുണ്ട്? അന്നജമാക്കി മാറ്റപ്പെടുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് സസ്യങ്ങൾ സ്വപോഷികൾ എന്ന് അറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? സ്വപോഷികൾ. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സ്വപോഷികൾ. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ എന്തൊക്കെയായിട്ട് മാറുന്നുണ്ട്? ഓക്സിജനും ഒപ്പം എന്താണ്? ഗ്ലൂക്കോസുമായിട്ട് മാറുന്നുണ്ട്. ഇതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഓക്സിജനും ഗ്ലൂക്കോസുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ളൊരു വർണ്ണകമുണ്ട്. എന്താണത്? ഹരിതകം. ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. ഹരിതകം അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ക്ലോറോഫിൽ. എന്താണ് ഹരിതകം? സസ്യങ്ങളിൽ കാണുന്ന പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം.
ഹരിതകത്തിൻ്റെ ധർമ്മം എന്താണ്? ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത് ഹരിതകമാണ്. ആഹാര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുക എന്നതാണ് ഹരിതകത്തിൻ്റെ ധർമ്മം. ഹരിതകം കൂടുതലുള്ളത് എവിടെയാണ്? ഹരിതകം കൂടുതലുള്ളത് ഇലകളിലാണ്. എന്നാൽ എല്ലാ ഇലകൾക്കും പച്ച നിറമാണോ? അല്ല. നമുക്കറിയാമല്ലോ, ഇലകൾക്ക് പല നിറങ്ങളുണ്ട്. ഇലകളുടെ ഈ പല നിറങ്ങൾക്ക് കാരണം എന്തൊക്കെയായിരിക്കാം? അത് പലതരത്തിലുള്ള വർണ്ണകങ്ങളാണല്ലേ. ഹരിതകമല്ലാത്ത വർണ്ണകങ്ങളും സസ്യങ്ങളിലുണ്ട്. ഇതുകൊണ്ടാണ് സാന്തോഫിൽ എന്ന വർണ്ണമുള്ള ഇലകൾ മഞ്ഞ നിറത്തിലും, സാന്തോഫിൽ നിറമുള്ള ഇല ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? മഞ്ഞ നിറത്തിലും. കരോട്ടിനുള്ളവ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലും, ആന്തോസയാനിൻ എന്ന വർണ്ണകമുള്ള ഇലകൾ ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നത്. അപ്പം എന്തൊക്കെയാണ് പറയുന്നത്? സാന്തോഫിൽ മഞ്ഞ നിറത്തിലും, കരോട്ടിനുള്ളവ ഓറഞ്ചും മഞ്ഞയും കലർന്ന നിറത്തിലും, ആന്തോസയാനിൻ എന്ന വർണ്ണകമുള്ള ഇലകൾ ചുവപ്പ് നിറത്തിലുമാണ് കാണപ്പെടുന്നത്. അപ്പം എന്താ? ഇലകൾക്കും തണ്ടുകൾക്കും പൂക്കൾക്കും പഴങ്ങൾക്കുമൊക്കെ നിറം നൽകുന്നത് വർണ്ണകങ്ങളാണ്. ഇവിടെ ഒരു കുട്ടി പറയുന്നൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ടീച്ചർ, വീട്ടിലെ ബെഡ്റൂമിൽ ഞാൻ കുറച്ച് ചെടികൾ വളർത്തിയിട്ടുണ്ട്. ചെടി പുറത്തുവിടുന്ന ഓക്സിജൻ വീടിനകത്ത് നന്നായി കിട്ടുമല്ലോ. ഈ പറഞ്ഞതിനോട് നമുക്ക് എങ്ങനെ, അതിന് നമ്മുടേതായ രീതിയിൽ നമുക്കത് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഇത് ശരിയാണോ? വീട്ടിനുള്ളിൽ ചെടി വളർത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? സസ്യങ്ങളെ ശ്വസനത്തിന് സഹായിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാതകം എന്ത് തന്നെയാണ്? ഓക്സിജൻ തന്നെയാണ് അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് ഓക്സിജൻ സ്വതന്ത്രമാക്കുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്തും, എന്നാൽ ശ്വസനത്തിന് എല്ലാ ജീവികളെയും പോലെ സസ്യങ്ങളും ഏത് വാതകമാണ് ഉപയോഗിക്കുന്നത്? ഓക്സിജൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഇത്തരത്തിലുള്ള ചെടികൾ നട്ട് വളർത്തുമ്പോൾ നമുക്ക് മതിയായ അളവിൽ ഓക്സിജൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആസ്യരന്ധ്രത്തെ പറ്റി പഠിക്കാനുള്ളത്. ആസ്യരന്ധ്രം അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റൊമാറ്റ. ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ ഏത് വാതകത്തെയാണ് സ്വീകരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ഈ വാതക വിനിമയം നടക്കുന്നത് ഇലകളിലുള്ള ചെറിയ ചില സുഷിരങ്ങളിലൂടെയാണ്. ഈ സുഷിരങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ആസ്യരന്ധ്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. സസ്യങ്ങളിൽ നിന്ന് ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെ തന്നെയാണ്. ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ സുഷിരങ്ങളിലൂടെ തന്നെയാണ്. അപ്പോൾ ആസ്യരന്ധ്രം എന്തിനൊക്കെയാണ്? ആസ്യരന്ധ്രത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ആഹാര നിർമ്മാണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നതും അത് ഓക്സിജൻ പുറത്തുവിടുന്നതും, അതായത് വാതക വിനിമയം നടക്കുന്നത് ആസ്യരന്ധ്രത്തിലൂടെയാണ്. അതുപോലെ തന്നെ എന്താണ്? ജലബാഷ്പം അന്തരീക്ഷത്തിലേക്ക് പോകുന്നതും ഈ ആസ്യരന്ധ്രത്തിലൂടെയാണ്. സസ്യങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. പ്രകാശ സംശ്ലേഷണവും ശ്വസനവും എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രകാശ സംശ്ലേഷണ സമയത്ത് അന്തരീക്ഷത്തിൽ നിന്നും ഏത് വാതകത്തെയാണ് സ്വീകരിക്കുന്നത് സസ്യങ്ങൾ? കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചിട്ട് ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. ശ്വസന സമയത്ത് ഈ ഓക്സിജനെ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് വിടുന്നു അല്ലേ. ഇതൊരു പരസ്പര പൂരകമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണവും ശ്വസനവും. അപ്പോൾ സസ്യങ്ങൾ എപ്പോഴും ഓക്സിജൻ മാത്രമാണോ പുറത്തു വിടുന്നത്? അല്ല. രാത്രി സമയത്ത് ഓക്സിജൻ വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വിടുന്നുണ്ട്. പ്രകാശ സംശ്ലേഷണം രാത്രിയിൽ സാധ്യമാണോ? അല്ല. എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പോൾ രാത്രിയിൽ സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് എന്ത് നടക്കില്ല? പ്രകാശ സംശ്ലേഷണം നടക്കില്ല. രാത്രിയും പകലും സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളിലും നടക്കുന്ന പ്രവർത്തനം എന്താണ്? അത് ശ്വസനമാണ്. ഓക്കെ.
ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് നോക്കിയേ. രാത്രി മരച്ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ആൾക്ക് ധാരാളം ഓക്സിജൻ ലഭിക്കുമോ? കിട്ടുമോ? കിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ മരവും ശ്വസിക്കാനായിട്ട് എന്ത് വാതകമാണ് വലിച്ചെടുക്കുന്നത്? ഓക്സിജനാണ്. അപ്പോൾ ഒരു മരത്തിൻ്റെ മൂട്ടിൽ കിടന്നുറങ്ങുന്ന ആൾക്ക് എന്ത് സംഭവിക്കാം? ശ്വാസം മുട്ട് അനുഭവപ്പെടാം. ഇവിടെ ആ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നോക്കിയേ. ഹരിതസസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. രാത്രിയിൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്തതിനാൽ ഓക്സിജൻ പുറത്തുവിടുന്നില്ല. സസ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ ജീവികളും പകലും രാത്രിയും ശ്വസിക്കുന്നു. അപ്പോൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. നോക്കിയേ. എന്താണ് ഓർക്കിഡേറിയ? എന്താണ് ഓർക്കിഡേറിയ? അതായത് ഓർക്കിഡ് വിഭാഗത്തിൽപ്പെടുന്ന ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് എന്തെന്ന് പറയുന്നത്? ഓർക്കിഡേറിയം. ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്ന ഉദ്യാനമാണ് ഓർക്കിഡേറിയം എന്ന് പറയുന്നത്. നമ്മുടെ പ്രദേശത്ത് സാധാരണ കണ്ടുവരുന്ന ഒരു ഓർക്കിഡാണ് എന്തെന്ന് പറയുന്നത്? മരവാഴ. ഒരു ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ് എന്തെന്ന് പറയുന്നത്? മരവാഴ. അപ്പം മരവാഴയുടെ തടിച്ച വേരുകൾ നോക്കിയേ. എന്താണ്? ഈ വേരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അന്തരീക്ഷത്തിൽ നിന്നും എന്ത് വലിച്ചെടുക്കാൻ ഇവയ്ക്ക് കഴിയും? ഈർപ്പം വലിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് മണ്ണില്ലെങ്കിലും ഇവയ്ക്ക് വളരാനായിട്ട് സാധിക്കും. ഈ ഓർക്കിഡിൻ്റെയൊക്കെ, അതായത് ഈ മരവാഴയുടെയൊക്കെ പ്രത്യേകത കണ്ടിട്ടില്ലേ? മറ്റ് സസ്യങ്ങളിൽ പറ്റിപ്പിടിച്ചാണ് ഇതെന്ത് ചെയ്യുന്നത്? വളരുന്നത്. മണ്ണില്ലെങ്കിലും ഇവ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇവയുടെ തടിച്ച വേരുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്തിട്ടാണ് ഇവ എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. അപ്പം വാസസ്ഥലത്തിന് വേണ്ടി മാത്രമായിട്ട് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്? വാസസ്ഥലത്തിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ എപ്പിഫൈറ്റുകളുടെ സാന്നിധ്യം ഇവ വസിക്കുന്ന സസ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് സസ്യത്തെ ആശ്രയിക്കുന്നത്. അത് ആഹാരം നിർമ്മിക്കുന്നത് സ്വന്തമായിട്ട് തന്നെയാണ്, അല്ലേ? ഇവിടെ കൊടുത്തിട്ടുണ്ട് പാരസൈറ്റിക് പ്ലാന്റ്സിനെ പറ്റി. പരാത സസ്യങ്ങൾ അല്ലെങ്കിൽ പാരസൈറ്റിക് പ്ലാന്റ്സ്. ഇത്തിൽക്കണ്ണിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ. ഇത്തിൽക്കണ്ണി മാവിൽ വളരുന്നത് ഗുണകരമാണോ? ഇത്തിൽക്കണ്ണി മാവിൽ വളരുന്നത് ഗുണകരമാണോ? എന്തുകൊണ്ട്? ഇത്തിൽക്കണ്ണിക്ക് ഇലകളും വേരുകളും ഉണ്ടെങ്കിലും ഇത് ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്താണ് ആഹാരം നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് ആശ്രയിക്കുന്ന സസ്യത്തിൽ നിന്നും ജലവും ലവണവും വലിച്ചെടുത്തുകൊണ്ടാണ് ഇത്തിൽക്കണ്ണി പോലെയുള്ള സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ആഹാരം പാകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിൽക്കണ്ണി ആ സസ്യത്തിന് എന്താണ്? ഗുണകരമല്ല, അത് ദോഷകരമാണ്. അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണ് മൂടില്ലാത്താളി. അതായത് ഇതുപോലെ പ്ലാസ്റ്റിക് വള്ളി പോലെയൊക്കെ നമുക്ക് തോന്നും അതിങ്ങനെ പടർന്ന് കിടക്കുമ്പോഴത്തേക്കും. ചെടിയിൽ പടർന്നു കിടക്കുന്ന മഞ്ഞ കലർന്ന ഇളം പച്ച നിറമുള്ള വള്ളിയാണ് മൂടില്ലാത്താളി എന്ന് പറയുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. എന്താണ്? അത് പടർന്നു കിടക്കുന്ന സസ്യത്തിൽ നിന്ന് ആഹാരവും ജലവും വലിച്ചെടുത്തിട്ടാണ് ഇവയും എന്ത് ചെയ്യുന്നത്? ജീവിക്കുന്നത്. ഇവ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലീഷ്യ. ഈ റഫ്ലീഷ്യയും പാരസൈറ്റിക് പ്ലാന്റ്സ് പരാത സസ്യത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കുക. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? അർദ്ധപരാദങ്ങൾ. ഉദാഹരണം ഇത്തിൽക്കണ്ണി. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇത്തിൽക്കണ്ണിയെ പറ്റിയിട്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പരാത സസ്യങ്ങൾ. അർദ്ധപരാദമാണ് ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത്. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാദങ്ങൾ. പൂർണ്ണപരാദത്തിന് ഉദാഹരണം എന്താണ്? മൂടില്ലാത്താളി. അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. ഇനി ചില സസ്യങ്ങളുണ്ട്
ജീർണ അവശിഷ്ടങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന ജീവികൾ. ഇത്തരം സസ്യങ്ങളെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നുണ്ട്, ശവോപജീവികൾ എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന നിയോട്ടിയ, മോണോട്രൗപ്പ മുതലായവയൊക്കെ സാപ്രോഫൈറ്റ്സിന് ഉദാഹരണമാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ റൊട്ടിയിലൊക്കെ ഉള്ള പൂപ്പൽ. ഈ പൂപ്പലൊക്കെ എന്താണ്, സാപ്രോഫൈറ്റ്സ് ആണ്. ഇതൊന്നും സസ്യവിഭാഗത്തിൽ പെടുന്നവയല്ല. അതുപോലെ തന്നെ കൂണും എന്താണ്, പൂപ്പൽ വിഭാഗത്തിൽ പെട്ടവയാണ്. നോക്കിയേ, ആരോഹികൾ അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നുണ്ട്, ക്ലൈംബേഴ്സ്. ആരോഹികൾ അല്ലെങ്കിൽ ക്ലൈംബേഴ്സ്. മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ആരോഹികൾ. താങ്ങുകളിൽ പറ്റിപ്പിടിക്കുന്നതിനായി ഇവയിൽ കാണപ്പെടുന്ന സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ അല്ലെങ്കിൽ ടെൻഡ്രിൽസ്. ചില സസ്യങ്ങൾ പറ്റുവേരുകൾ ഉപയോഗിച്ചാണ് മറ്റു ചെടികളിൽ പിടിച്ചു കയറുന്നത്. കുരുമുളക്, പാവൽ, പടവലം എന്നിവയെല്ലാം ആരോഹികളാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്, ദുർബലകാണ്ഡ സസ്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള സസ്യങ്ങളെയാണ് ആരോഹികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിനെ പറ്റിയിട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്തെ സസ്യവൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, എന്നാൽ പഠിക്കാൻ രസകരമായിട്ടുള്ളൊരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടുകാർക്ക് കൂടി ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. താങ്ക് യു. അപ്പോൾ എന്താണ്, മറ്റു ചെടികളിൽ പടർന്നു കയറുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളെയാണ് ആരോഹികൾ എന്ന് പറയുന്നത്. പറ്റിപ്പിടിച്ച് വളർന്നതിന് വേണ്ടിയിട്ട് ഇവയിലുള്ള സ്പ്രിങ് പോലുള്ള ഭാഗങ്ങളാണ് പ്രധാനങ്ങൾ എന്ന് പറയുന്നത്. കുരുമുളക്, പാവൽ, പടവലം മുതലായവയൊക്കെ എന്താണ്, ആരോഹികൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് ഇഴവള്ളികളുണ്ട്. ഇഴവള്ളികൾക്ക് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊടങ്ങൽ, സ്ട്രോബെറി, മധുരക്കിഴങ്ങ് മുതലായവ. എന്നുവെച്ചാൽ ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇവ. എന്നാൽ ഇവ പടരുന്നത് എങ്ങനെയാണ്, ക്രീപ്പേഴ്സ് ആയിട്ടാണ്, ഇഴവള്ളികളായിട്ടാണ്. നിലത്ത് പടർന്നു വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങളാണ് ഇഴവള്ളികൾ എന്ന് പറയുന്നത്. മധുരക്കിഴങ്ങ്, കുടങ്ങൽ, സ്ട്രോബെറി മുതലായവ ഇഴവള്ളികളാണ്. ഇവയിൽ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഇല്ല. അപ്പോൾ പ്രധാനങ്ങളോ പറ്റുവേരുകളോ ഉള്ളവ ആരോഹികളും ഇല്ലാത്തവ ഇഴവള്ളികളുമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വേരിനും വൈവിധ്യമുണ്ട്. നമുക്കറിയാം പേരാലിൻ്റെയും ആറ്റുകൈതയുടെയും 2 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കി, രണ്ടിൻ്റെയും വേരുകൾക്ക് വ്യത്യാസമുണ്ട്. കൊമ്പിൽ നിന്നും വളർന്നിറങ്ങുന്ന വേരുകളുമുണ്ട്, അതുപോലെ തന്നെ കാണ്ഡത്തിൽ നിന്നും വളർന്നിറങ്ങുന്ന വേരുകളുമുണ്ട്. അപ്പോൾ ഈ വേരുകൾ സസ്യങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രയോജനങ്ങളാണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. താങ്ങ് വേരുകളും പൊയ്ക്കാൽ വേരുകളും. പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട്. ജലവും ലവണങ്ങളും വലിച്ചെടുക്കാൻ മാത്രമല്ല ചെടികളെ താങ്ങി നിർത്താനും വേരുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. മണ്ണിനു മുകളിൽ കാണുന്ന ഇത്തരം വേരുകളാണ് താങ്ങ് വേരുകളും പൊയ്ക്കാൽ വേരുകൾ അല്ലെങ്കിൽ പ്രോപ്പ് റൂട്ട്സ് ആൻഡ് സ്റ്റിൽറ്റ് റൂട്ട്. നോക്കിയേ, പേരാലിൽ കാണുന്നത് താങ്ങ് വേരുകളാണ്. ഇവ മുകളിലെ ശിഖരങ്ങളിൽ നിന്നാണ് താഴേക്ക് വളർന്നിറങ്ങുന്നത്. എന്നാൽ ആറ്റുകൈതയിലെ വേരുകൾ എവിടെ നിന്നാണ് വരുന്നത്, തണ്ടിൽ നിന്നാണ് വരുന്നത്. ഇത്തരം വേരുകളെ പൊയ്ക്കാൽ വേരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ശിഖരങ്ങളിൽ നിന്ന് വരുന്നത് താങ്ങ് വേരുകളും തണ്ടിൽ നിന്ന് വരുന്നത് പൊയ്ക്കാൽ വേരുകളുമാണ്. അപ്പോൾ ഇതാണ് പ്രോപ്പ് റൂട്ടും സ്റ്റിൽറ്റ് റൂട്ടും. ഇനി കണ്ടൽ ചെടിയെ പറ്റി കേട്ടിട്ടില്ലേ, മാൻഗ്രോവ്സ്. കണ്ടൽ ചെടി ചതുപ്പ് നിലങ്ങളിൽ വളരുന്ന പ്രത്യേക സസ്യങ്ങളാണ് കണ്ടൽ ചെടികൾ. ഇവയുടെ വേരിൻ്റെ അറ്റം അന്തരീക്ഷത്തിലേക്ക് വളർന്നു നിൽക്കുന്നു. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ഇത്തരം വേരുകളാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോഴ്സ് എന്ന് പറയും. ശ്വസന വേരുകൾ അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നുണ്ട്, ന്യൂമാറ്റോഫോഴ്സ്, ശ്വസന വേരുകൾ. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ടോ നോക്കിയേ, ചിത്രത്തിൽ നോക്കിയേ, എന്താണ്, വാ തുറന്നിരിക്കുമ്പോൾ പുറത്തേക്ക് ഇരിക്കുന്നത് കണ്ടോ അതിൻ്റെ വേര്. ഇതെന്താണ്, ശ്വസനത്തിന് സഹായിക്കുന്നതാണ് കണ്ടൽ ചെടിക്ക്. ഇനി ആഹാരം സംഭരിക്കാൻ.
വേരിലാണ് മരച്ചീനി എന്ത് ചെയ്യുന്നത്? ആഹാരം സംഭരിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആഹാരം സംഭരിച്ച് വയ്ക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ അല്ലെങ്കിൽ സ്റ്റോറേജ് റൂട്ട്സ് എന്ന് പറയുന്നത്. എന്നാൽ എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് സംഭരണ വേരിനും ഭൂകാണ്ഡത്തിനും. അത് ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്ററിനെ പറ്റിയിട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്തെ സസ്യവൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, എന്നാൽ പഠിക്കാൻ രസകരമായിട്ടുള്ളൊരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർ കൂടി ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. താങ്ക്